ഇന്നത്തെ പ്രഭാതം മിഴി തുറന്നത് അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയായ മുരാരി ബാബു ഇന്ന് പുലർച്ചെ അന്തരിച്ചു എന്ന വാർത്ത കേരളം കേട്ടത് ഒരു നടുക്കത്തോടെയാണ്. കാരണം സ്വർണ്ണക്കൊള്ളക്കേസ് എങ്ങുമാകാതിരിക്കുന്ന അവസരത്തിൽ ആ കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിന്റെ വിയോഗ വാർത്ത അപ്രതീക്ഷിതം തന്നെയാണ്. കരൾ രോഗബാധിതനായ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയാണ്. വൈകിട്ട് 3 മണിക്ക് പെരുന്നയിലെ വീട്ടിലായിരിക്കും സംസ്കാരം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ ഇവയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തി കവർച്ച ചെയ്ത കേസിൽ അന്വേഷണം നേരിടുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ക്യാൻസർ രോഗബാധിതനായി ചികിത്സയായിരുന്നു. അപ്രതീക്ഷിതമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യവും നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നത്. 1994 ഇദ്ദേഹം പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പോലീസിൽ കോൺസ്റ്റബിളായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് മുരാരി ബാബു. അതുപോലെ തന്നെ കണ്ണൂരിലാണ് ആദ്യഘട്ട പരിശീലനം ഉണ്ടായിരുന്നത്. എന്നാൽ പരിശീലനം പൂർത്തിയാക്കാതെ അദ്ദേഹം പോലീസ് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക്, അത് ഏകദേശം 1997 ദേവസ്വത്തിലേക്ക് ജോലിയിൽ എത്തുന്നത്. അന്ന് അവിടെ ഉത്സവങ്ങളുടെ സ്പെഷ്യൽ ഓഫീസർ എന്ന തസ്തികയിലാണ് മുരാരി ബാബു സേവനമനുഷ്ഠിച്ചത്. ദേവസ്വം ബോർഡിലെ വളരെ കുറഞ്ഞ ശമ്പളമുള്ള ഒരു ജോലിയിൽ തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് കോടികളുടെ സ്വത്ത് സമ്പാദിച്ചു എന്നതും വിവാദമായ ഒരു വിഷയമായിരുന്നു. അത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ശബരിമലയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടന്ന 2019 ആ വർഷത്തിൽ തന്നെയാണ് ചങ്ങനാശ്ശേരിയിലെ പഴയ തറവാട്, അദ്ദേഹത്തിന്റെ പഴയ തറവാട് ഉണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം ആ തറവാട് പൊളിച്ച് 2 കോടിയോളം രൂപ ചിലവിട്ട് ഒരു ആഡംബര മന്ദിരം പണിതത്. അതുപോലെ തന്നെ തേക്ക് തടി വാങ്ങിയതുമായി ബന്ധപ്പെട്ടും അതടക്കം വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇത്രയും വലിയ തുക ഈ ചെറിയ ശമ്പളമുള്ള ഒരു വ്യക്തി എങ്ങനെ സമ്പാദിച്ചു എന്നതിനെ കുറിച്ച് ബാങ്ക് രേഖകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇതുവരെ ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആനക്കരാറിലെ ക്രമക്കേട്, വൈക്കം ഏറ്റുമാനൂർ, അതുപോലെ തന്നെ തിരുനക്കര, വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര ഉത്സവങ്ങൾക്ക് ആനകളെ കരാർ എടുത്തതിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയതായും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ അദ്ദേഹം ശബരിമല പോലുള്ള തന്ത്രപ്രധാന തസ്തികകളിൽ ആരോപണ വിധേയരായ ജീവനക്കാരെ നിയമിക്കരുത് എന്ന ഒരു ഹൈക്കോടതി വിധി ഉള്ളപ്പോൾ തന്നെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മുരാരി ബാബുവിനെ നിയമിച്ചത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത വിയോഗം ഇനി എന്ത്, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയിൽ നിന്നും രക്ഷപ്പെട്ടു, ഇനി ജീവിച്ചിരുന്ന ഒരാൾ ഈ കേസുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ കൈമാറാൻ സാധിക്കുമായിരുന്ന ഒരാൾ വിട പറയുന്നതോടെ സ്വർണ്ണക്കൊള്ള കേസിലെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില അന്വേഷണങ്ങളുടെ ചില ഭാഗങ്ങളെങ്കിലും ദുരൂഹമായി തുടരും, വ്യക്തതയില്ലാതെ തുടരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഒരു മരണം സംഭവിക്കുമ്പോൾ, ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തി എത്രത്തോളം ആരോപണ വിധേയനായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ എത്രത്തോളം ആരോപണ വിധേയനായിരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് എന്നതൊക്കെ മറന്ന് ആ സമയത്തെങ്കിലും ആ ആത്മാവിന് നിത്യശാന്തി നേരുക എന്നതാണ് മലയാളികളുടെ അല്ലെങ്കിൽ മാനുഷിക സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വിഷയത്തിൽ മുരാരി ബാബുവിനെ കൊത്തിക്കീറാനോ ഒന്നും ശ്രമിക്കാതെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.